പക്ഷെ വീടിന്റെ ഉമ്മറത്ത് ഇറങ്ങി നിന്ന് ഒരു 4 പേര് കേൾക്കത്തക്ക രീതി ഉറക്കം ചോദിച്ച് പട്ടിണിപ്പാവ ഈ പരിസരത്ത് എങ്ങും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രം ഉറക്കം വരുന്നൊരു തലമുറ നമുക്ക് മുമ്പുണ്ടായിരുന്നു. നോമ്പിൽ ഇതൊക്കെ ഉദ്ദേശിക്കുന്നുള്ളൂ. അന്നേരം നമ്മൾ വിചാരിക്കും എൻ്റെ സങ്കടം ഒഴിഞ്ഞിട്ട് നേരെയില്ല, അന്നേരമാണ് അവൻ്റെ കണ്ണുനീരൊപ്പാൻ. നിക്കോസ് കസൻറ്റസാക്കീസ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ടായിരുന്നു. കസൻറ്റസാക്കീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഗ്രീക്കുകാരനായ ഒരു എഴുത്തുകാരനാണ്. ഒരു ദിവസം അയാൾ ഇങ്ങനെ അലയുന്ന മനുഷ്യനാണ്. ഒരു പ്രദേശത്ത് ഉറച്ചു നിൽക്കത്തില്ല, എല്ലാ പ്രദേശത്തും ഇങ്ങനെ അലയുന്ന ഒരു എഴുത്തുകാരനാണ്. ഒരു ദിവസം ഇങ്ങനെ യാത്രക്കിടയിൽ ഒരുപാട് വൈകി. ഗ്രീക്ക് പ്രദേശമാണ്, ഗ്രീക്ക് പ്രദേശമാണ്. ആ ഒരു പ്രദേശത്ത് ഒരു ദിവസം ഒരു സന്ധ്യ മയങ്ങിയപ്പോൾ ഏതെങ്കിലും ഒരു വീട്ടിൽ അന്തി ഉറങ്ങണം, ആഹാരം കഴിക്കണം. ഇങ്ങനെ ഒരു യാചകനെ പോലെ ഒരു വീടിന്റെ വാതിലി മുട്ടി. അതൊരു ഗ്രീക്ക് പുരോഹിതന്റെ വീടായിരുന്നു, ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ ഒരു വൈദികന്റെ വീടായിരുന്നു. ഞാൻ യാത്ര